ആരാധനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതും ആകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ജയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവായ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം ക്രിസ്ത്യാനികളോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരങ്ങൾ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അങ്ങിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴിയിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ.
മറ്റുള്ളവർക്ക് ദൈവം ക്ഷമിക്കുവാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൊടുത്തെങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാവഴി കേൾക്കുവിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോട് സത്യവിശ്വാസത്തോട് തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷകളും ഭേദഭാഗം. ഈസ്റ്റീകരണ മഹാടവക 42-ാം വാർഷികത്തിലേക്കുള്ള സഭയുടെ പൊതുവായ അപേക്ഷയും പ്രത്യേക പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് നാളിൽ പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് പരിശുദ്ധാത്മദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ ആരാധിക്കുന്നവരായ ഞങ്ങളെ നീ അത്ഭുതകരമായ വിധത്തിൽ ഏകതൊഴുത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ 42 വർഷങ്ങൾ ഈസ്റ്റുകൾ മഹാടവകയായി ഞങ്ങളെ വഴിനടത്തിയ ദൈവമേ, നിലനിന്ന വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാനും നിനക്കായി വലിയ കാര്യങ്ങൾ ഉദ്യമിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലും ആരാധനയിലും പരിശുദ്ധാത്മാവിൽ സഹായം നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അപ്രകാരം ഞങ്ങൾ ഒന്നായി തീർന്ന് സുശേഷീകരണത്തിലും ഇടയപരിപാലനത്തിലും വികസനത്തിലും ഐക്യത്തോടെ പ്രവർത്തിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുവിനെ അങ്ങ് അയച്ചുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും കൃപ ചെയ്യണമെന്ന് ലേഖനപാഠം വായിച്ച് കേൾക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പീൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി
എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. ഇവിടെ പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാർ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞതോ ഇന്നതോ എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. മഹാദേവയുടെ 43-ാം പെരുന്നാൾ ദിനത്തിൽ പ്രഭാത ആരാധനയിൽ വന്നുയർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ ഹൃദ്യമായി ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത പാട്ടിന് ശേഷം അഭിയുന്യ വീസ് ഫ്രാൻസിസ് തിരുമേനി 43-ാം പിറന്നാൾ സന്ദേശം, സഭയുടെ പിറന്നാൾ സന്ദേശം നമുക്ക് നൽകുന്നതാണ്. അതിനുവേണ്ടി തിരുമേനി ക്ഷണിക്കുന്നു. ജ്ഞാനകീർത്തനങ്ങളിൽ 207-ാമത്തെ പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കീർത്തനം 207. No.
പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങളുടെ മഹാടിയുടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന മഹാടിയുടെ 43-ാം വാർഷിക ദിനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രഭാതത്തിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ഭാഗ്യവും പദവിയും തന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ അവിടുത്തെ മക്കൾ ഒരുങ്ങുന്നു. പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഹൃദയംഗമായി അങ്ങേ സ്തുതിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ പ്രാപ്തരാക്കണം. അങ്ങയെ ലക്ഷ്യം വെച്ച് അങ്ങയിലാക്കാക്കി അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. മഹത്വം മാത്രെടുക്കണമേ. യേശുനാഥത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ മഹായുടെ രൂപീകൃതമായത് 1983 ഏപ്രിൽ മാസം 3-ാം തീയതി ഈ കത്തീഡ്രൽ വെച്ച് അതിൻ്റെ പ്രഖ്യാപനവും കത്തീഡ്രൽ സഭ ക്രൈസ്ത ചർച്ച് മഹാടയുടെ കത്തീഡ്രൽ ദേവാലയമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അതൊരു ഈസ്റ്റർ ദിനമായിരുന്നു. നമ്മൾ ഈസ്റ്റർ അല്ല അതിന് വർഷമായിട്ട് കണക്കാക്കുന്നത് ആ തീയതിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടുവാൻ ഇടയായി തീർന്നിരിക്കും. CSI സഭയുടെ 21ാമത് മഹാടയായിട്ടാണ് നമ്മുടെ മഹാട രൂപീകൃതമായത്. അതിനുശേഷവും മഹാടകൾ, പുതിയ മഹാടകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഉണ്ടായി. 43 വർഷം അല്ലെങ്കിൽ 42 പൂർണ്ണ വർഷങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ ഒരു മഹാടയായി നടത്തിയ വിധങ്ങൾ ഓർക്കുവാൻ, വളർത്തിയ നമ്മുടെ മേൽ ചൊരിഞ്ഞതായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു പുതിയ നിർണയത്തോടെ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഒരു മഹാടയായി രൂപീകൃതമായത് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ലക്ഷ്യം വെച്ച് പോകുവാനും ദൈവം നമുക്ക് ഇടയാകണം. അതിന് ഇന്ന് പ്രത്യേകിച്ച് ഈ കത്തീഡ്രൽ ദേവാലയത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ മഹാടയുള്ള എല്ലാ ദേവാലയങ്ങളിലും രാവിലെയോ വൈകുന്നേരമോ പ്രത്യേക പ്രാർത്ഥനകളും ആരാധനകളും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ സുവിശേഷ വേദഭാഗം കൊണ്ട് വായിച്ച വേദഭാഗത്തിലേക്ക് എൻ്റെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ആ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. മഹാടവ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ രക്ഷയുടെ സന്ദേശം, യേശുവിൻ്റെ സുവിശേഷം എത്തിയ ആ മുതൽ നമ്മൾ ഓർക്കുന്നു. ഹെൻറി ബേക്കർ ജൂനിയറിനാൽ സ്ഥാപിതമായ ഈ സഭയും കത്തീഡ്രൽ സഭയും ഇരുമാപ്ര സഭയും അതിനോട് അനുബന്ധിച്ചുള്ള ദേവാലയങ്ങളും അതോടൊപ്പം AF പെയിൻറ്ററും J. ചോസ്മാസിനും കെയ്ലി സാഹിബും അവരൊക്കെ ഈ പ്രദേശങ്ങളിൽ ഈ കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം അറിയിച്ച വിശുദ്ധന്മാരായ ദൈവം അയച്ച ശ്രേഷ്ഠന്മാരാണ്. അവരിലൂടെയാണ് ഈ സഭ ഇവിടെ നട്ടത്, സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം ധാരാളം കർത്തൃവേലക്കാരെ ഈ ദേശങ്ങളിലേക്ക് ദൈവം അയച്ചു. അവരിലൂടെ സഭ വളർന്നു. അത് ഒരു മഹാടവയായി രൂപപ്പെടുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് മലനിരകൾ നിറഞ്ഞ പ്രദേശമാണ്. ഇടുക്കി ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും
മലനിരകൾ മധ്യ കേരളത്തിൻ്റെ കിഴക്കൻ മേഖല, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈസ്റ്റ് കേരള മലനിരകളാൽ നിബിഡമാണ്, പ്രകൃതി സുന്ദരമാണ്. യാത്രാ സൗകര്യങ്ങൾ പലപ്പോഴും ആയിരുന്നുവെങ്കിലും ഈ പ്രദേശങ്ങൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അത് ഈ മലഞ്ചെരുവിൻ്റെ ഈ ഭാഗമാണേലും മലഞ്ചെരുവിന് അപ്പുറമുള്ള ഭാഗങ്ങൾ ആണെങ്കിലും ഇതെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സഭയുടെ വളർച്ചയ്ക്കും സഭാമക്കളുടെ പുരോഗമനത്തിനും ദേശത്തിൻ്റെ പുരോഗമനത്തിനും സഭയായി മുൻകൈയെടുക്കണം എന്ന് പിതാക്കന്മാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും അതിന് ഒരു മഹാടയമായി രൂപപ്പെടണം എന്ന് അവരാഗ്രഹിക്കുകയും ചെയ്തു. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നൽകി നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥനയുടെയും നിവേദനങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി 1983 നമുക്ക് ഒരു സഭ രൂപീകരിക്കപ്പെട്ട്, ഒരു മഹാട രൂപീകരിക്കപ്പെട്ട് ലഭിച്ചു. അതിൻ്റെ ആ കാലത്ത് പ്രവർത്തിച്ച എല്ലാവരെയും, അധ്യക്ഷന്മാരെ എല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. ഇപ്പോൾ നമ്മളോട് കൂടെയുള്ള അഭിനന്യ തിരുമേനെയും കൊച്ചമ്മയും ഓർക്കുന്നു. അക്കാലം മുതൽ ഇക്കാലം വരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാടയുടെ ഔദ്യോഗിക ഭാരവാഹികളെ ഓർക്കുന്നു. സേവനം ചെയ്ത ബഹുമാനരായ അച്ഛന്മാരെ ഓർക്കുന്നു, അൽമാരെ ഓർക്കുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഒരു സഭ ഒറ്റയായിട്ട് വളരുന്നില്ല, ഒരു മഹാട ഒറ്റയായിട്ട് വളരുന്നില്ല. എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു മഹാട വളരുന്നൊരു സഭ വളരുന്നത്. അങ്ങനെ നമ്മുടെ സഭ വളർന്ന് വരുന്നു. ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഞാനൊന്ന് എടുത്തു പറയാം. എന്തിനു വേണ്ടിയാണ് നമ്മുടെ മഹാടവ രൂപീകൃതമായത്? പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളാണ് അതിനുണ്ടായിരുന്നത്. ഒന്ന്, സുവിശേഷീകരണം, ഇടയപരിപാലനം അല്ലെങ്കിൽ അജപരിപാലനം, മറ്റൊന്ന് വികസനം. ഈ 3 ലക്ഷ്യങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ഇത് 3ഉം നമ്മുടെ ലക്ഷ്യമായി അന്ന് പിതാക്കന്മാർ കണക്കാക്കുകയും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുകയും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരു മഹാടവ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാടവ സുവിശേഷ വേലയ്ക്ക് വളരെ ഒന്നാമത്തെ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ മഹാട എന്ന് പറഞ്ഞാൽ ആകമാനമായി എല്ലാ സഭകളും അതോടൊപ്പം തന്നെ ജനങ്ങളും അതിന് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നുള്ളതിന് തർക്കമില്ല. അതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്നും മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ വളരെ താല്പര്യപൂർവ്വമുള്ള സംഭാവനകളും അതുപോലെ തന്നെ മിഷൻ ഫീൽഡ് സപ്പോർട്ടുകളും എന്ന് നമുക്കറിയാമല്ലോ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ നമ്മുടെ മഹാടവ ബദ്ധശ്രദ്ധയായിരിക്കുന്നു. അത് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ് സുവിശേഷീകരണം. ഭാരതത്തിൽ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ട്. അവരും യേശുവിനെ അറിയണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മഹാട ലക്ഷ്യം. മഹാട രൂപീകൃതമായിരിക്കുന്ന അതിൻ്റെ സ്ലാബിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആരും അയക്കാതെ എങ്ങനെയാണ് പോകുന്നത്, കേൾക്കുന്നത്, പ്രസംഗിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കൽ ഈ പ്രദേശത്തേക്ക് നമ്മുടെ പിതാക്കന്മാരുടെ ഇടയിലേക്ക് വളരെ വിദൂര ദേശത്ത് നിന്ന് കർത്താവിൻ്റെ സുവിശേഷവുമായി വന്നു. മറ്റുള്ളവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പിതാക്കന്മാർ അവരെ അവിടെ പോയി ഇങ്ങോട്ട് പലതവണ ക്ഷണിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്കതിൻ്റെ വില, അതിൻ്റെ മൂല്യം മനസ്സിലാക്കി അവരത് അവിടെ പോയി പലതവണ മടുക്കാതെ അവിടെ പോയി ക്ഷണിച്ചു, ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ അനന്തരഫലമായി ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഭ ഇപ്രകാരം വളർന്നിരിക്കുന്നു. സുവിശേഷമാണ് ഇതിന് കാരണമായി തീർന്നു. മറ്റൊന്ന് ഇടയപരിപാലനമാണ്. ഇടയപരിപാലനം അല്ലെങ്കിൽ അജപരിപാലനം. ഇടയപരിപാലനം അതിന് മുഖ്യ കാര്യമായിട്ട് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത മൂലം സഭകൾ സന്ദർശിക്കുവാൻ അച്ഛന്മാർക്കോ അതുപോലെ തന്നെ മേൽപ്പട്ടക്കാർക്കോ പലപ്പോഴും സാധ്യമായി തീർന്നിരുന്നില്ല. നമുക്കറിയാം, ഒരു സ്ഥലത്തൊരു ബിഷപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള എല്ലാ സഭകളിൽ നിന്നും സ്ഥിരീകരണത്തിന് കുട്ടികളെ അവിടെ കൊണ്ടുവരും. സ്ഥിരീകരണത്തിനുണ്ടാക്കിയ വരത്തുള്ളൂ, വേറെ പ്രോഗ്രാമിന് വരത്തില്ല. പള്ളി പ്രതിഷ്ഠയായിരിക്കണം. അല്ലാതെ പ്രോഗ്രാമിലൊന്നും അഭിനന്ദ അധ്യക്ഷന്മാർ ഇവിടെ വന്നിരുന്നില്ല, വരാൻ അവർക്ക് സാധ്യവും ആയിരുന്നില്ല. അപ്പോൾ അജപരിപാലനത്തിൻ്റെ, ഇടയപരിപാലനത്തിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയ
നമ്മുടെ സഭാ നേതാക്കന്മാർ, പിതാക്കന്മാർ, അത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇങ്ങനെയൊരു മഹാടവായിട്ട് തിരിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്നുള്ളത് ഇടയപരിപാലനം അല്ലെങ്കിൽ അജപരിപാലനം എന്നുള്ളത് തിരഞ്ഞെടുത്തു. മൂന്നാമത് വികസനമാണ്. വികസനത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഒരു കാലത്ത് അധ്യക്ഷന്മാരെ മെരുകാവ് മറ്റത്തു നിന്നോ അവിടെ നിന്നോ അല്ലെങ്കിൽ അതിന് കുറേ കൂടെ അകലെ നിന്നോ അവരെ കസേരകളിലിരുത്തി എടുത്തു കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം റോഡില്ല, അതാണ് അതിന് കാരണം. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ കറണ്ടില്ല, ഫോണില്ല, അങ്ങനെ യാതൊരു വിധമായ ആധുനിക സൗകര്യങ്ങളുമില്ല. സ്കൂളുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് മറ്റെല്ലാത്തേക്കാളും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നുള്ളതിനും തർക്കമില്ല. അതല്ലാതെ മറ്റ് കാര്യങ്ങൾ, ഉപാധികൾ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വികസനം നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് വികസനം നമ്മുടെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ടും എടുത്തു. അങ്ങനെ ഈ 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മുടെ മഹാടവ ഇക്കാലം അത്രയും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റം വരുത്തേണ്ടത് വന്നിട്ടില്ല. കാരണം ഒരുപക്ഷെ എന്തെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കണമെങ്കിൽ ചേർക്കേണ്ടതായിട്ടേ ഉള്ളൂ. ഈ 3 ലക്ഷ്യങ്ങളെ, പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളെ മാറ്റാനായിട്ട് പറ്റത്തില്ല. കാരണം അത് പൂർണ്ണമായി പൂർത്തീകരിച്ച് ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്നേഹമുള്ള ടിൻഡു അച്ഛൻ നമ്മുടെ മധ്യ ഇരിപ്പുണ്ട്. ടിൻഡു അച്ഛനെ നമ്മൾ ഈ മഹാടവിയിൽ ഒരു അച്ഛനായിട്ട്, ഒരു പട്ടക്കാരനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ അച്ഛൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് എന്നെ ഇവിടെ അഭിഷേകം ചെയ്യുന്നത്? ഒരച്ഛനാണ്. അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുക്കം ചെയ്യുന്നവർ, അവരെ അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുമുണ്ട്. കാരണം വേറെ ഒന്നിനും വേണ്ടിയല്ല, ഇടയപരിപാലനത്തിന് വേണ്ടിയാണ്. അതൊരു കാലം നമുക്കില്ലായിരുന്നു. ആ ഇല്ലായ്മ നികത്താൻ വേണ്ടിയാണ് ഞാനൊരു അച്ഛനായിരിക്കുന്നത് എന്നുള്ള ബോധ്യം, അച്ഛനായി എന്നെ അഭിഷേകം ചെയ്യുന്ന ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ആ കാര്യങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേകമായ ധ്യാനങ്ങളും ക്ലാസ്സുകളും നമ്മൾ എടുക്കാറുണ്ട്. കാരണം അത് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ 43 വർഷം ആകുമ്പോൾ പ്രവേശിക്കുമ്പോൾ, 43-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നത് അത് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. സുവിശേഷീകരണം നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യാപകമായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ആളുകളെ വേണം. റോമാലേഖനം തന്നെ പറയുന്നു, 10-ാം അധ്യായത്തിൽ പറയുന്നു, ആരും അയക്കാതെ എങ്ങനെ പോകും? ആരെങ്കിലും അയക്കണം. പോകാൻ ആൾ വേണം, അയക്കണം. ഒരുപക്ഷെ നമുക്ക് അയക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷേ പോകാൻ ആൾ വേണം. പോകാൻ ആളില്ല എന്നുള്ളത് ഒരു വളരെ വലിയൊരു അപാകതയാണ്, അല്ലെങ്കിൽ ഒരു കുറവാണ്. അത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം. അത് കുറച്ചൊക്കെ സാധിക്കുന്നുണ്ട് എങ്കിലും അത് പൂർണ്ണമായി സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആളുകളെ നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കണം. അതുപോലെ തന്നെയാണ് ഇടയപരിപാലനത്തിലും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ജനങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ യുവജനങ്ങൾ നല്ല സമർപ്പണമുള്ള, ദൈവഭയമുള്ള, ഈശ്വരഭക്തിയുള്ള, ദൈവാലയവുമായി നല്ല ബന്ധമുള്ള, നല്ല ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള ആളുകൾ നമ്മുടെ സഭയിൽ നിന്ന്, യുവജനങ്ങൾ എഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ അവരിലൂടെ മാത്രമേ സഭ മുന്നോട്ട് പോവുകയുള്ളൂ, ദൈവനാമം ഉയർത്തപ്പെടുകയുള്ളൂ എന്നുള്ളതിന് തർക്കമില്ല. അപ്പം അതും ഇന്നും നിലനിൽക്കുന്ന കാര്യമാണ്. വികസനം ഇനിയും നമുക്ക് വളരെ വളരെ അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ സഭ കേന്ദ്രീകൃതമായ വികസനം മാത്രമല്ല, എപ്പോഴും അത് ദേശത്തിൻ്റെ പുരോഗതിയും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് താഴ്വാര പ്രദേശങ്ങളൊക്കെയും അതിൻ്റെ വികസനത്തിൻ്റെ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണേൽ നമുക്ക് പറയാം. ഇനി വികസിക്കാനായിട്ട് ഒരിടവുമില്ല. പിന്നെയുള്ളത് മലമ്പ്രദേശങ്ങൾ മാത്രമാണ്, കുന്നുകളാണ്. അതെല്ലാം താഴ്വാരങ്ങളിലെ ആ ഒരു മാനദണ്ഡം വെച്ച് വികസിപ്പിക്കാൻ സാധ്യമല്ല, വികസനവും സാധ്യമല്ല. അപ്പോൾ പിന്നെ ഉള്ളത് ടൂറിസം വികസനമാണ്. താഴ്വാരങ്ങളിൽ ജനങ്ങൾ ജീവിച്ച് അവർ ജോലി കാര്യങ്ങളിൽ ഏർപ്പെട്ടവരെ ഒരു വിശ്രമത്തിനെന്ന പോലെ, ഒരു അല്പം ആനന്ദം കണ്ടെത്താൻ, ഒരു അല്പം ശുദ്ധവായു ശ്വസിക്കാൻ എന്നവണ്ണം അവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ആണ്, നല്ല കാലാവസ്ഥ തേടി പോകുമ്പോഴാണ് അവിടെ എല്ലാം വികസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു എന്നുള്ള കാര്യത്തിന് സംശയമില്ല. നമ്മുടെ സഭകൾ മാത്രമല്ല, മറ്റ് ഒരു ദേശത്തുള്ള എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ താഴ്വാരങ്ങളിലെ എല്ലാ ജനങ്ങളും അതിനകത്ത് പങ്കാളികളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അതുകൊണ്ട് വികസനം എന്നുള്ളത്
എല്ലാവരും ചേർന്നുള്ള ഒരു അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഒരു ശ്രമമാണ് അത് വിജയത്തിലെത്താനാണ് ഇടയായിത്തീരുന്നത്. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രദേശങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള ചരിത്രം നമ്മൾ ഈ മേലുകാവ് പ്രദേശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ വികസനങ്ങൾ പോയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ വികസന സംരംഭങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സഭ നേതൃത്വം കൊടുത്താണ്. ഈ സഭയിലെ ബഹുമാന്യരായ അച്ഛന്മാരും ഈ സഭയുടെ പ്രധാനപ്പെട്ട സഭയുടെ കൈക്കാരന്മാർ തുടങ്ങിയുള്ള ആളുകൾ, സഭയിൽ നിന്നുള്ള ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇവിടെ വികസനമുണ്ടായത് എന്നുള്ളതിന് തർക്കമില്ല. ഇനി നമുക്ക് ആ ഒരു ലെവൽ കഴിഞ്ഞുപോയി. പ്രാഥമിക വികസനങ്ങൾ വന്നു. കറണ്ട് വന്നതിന് ഈ സഭയാണ് മുന്നിട്ടിറങ്ങിയത്. ഫോൺ വന്നത് ഈ സഭയാണ് മുന്നിട്ട് വന്നത്. സഹകരണ ബാങ്ക് വന്ന് ഈ സഭയാണ് ഇവിടെ മുന്നിട്ടിറങ്ങിയത്. പോസ്റ്റ് ഓഫീസ് വന്നത് അങ്ങനെയാണ്. സ്കൂളുകളുടെ കാര്യം പറയുകയും വേണ്ടല്ലോ. പറഞ്ഞത് എന്തെല്ലാം വികസനങ്ങൾ ഇവിടെ വന്നോ. ഈ വഴി വന്നത് ഒത്തിരി കാലങ്ങളൊന്നും ആയില്ല. ഇവിടുത്തെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ്. ഈ റോഡുകളിലൂടെ പ്രധാനമായിട്ട് വളർന്നു വന്നത് അതെല്ലാം അതാത് കാലങ്ങളിലിരുന്ന് ഇടവപ്പെട്ടക്കാരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു. അന്ന് പട്ടക്കാർക്ക് സഭ നൽകിയ, ഭരണസമിതി നൽകിയ പരിപൂർണമായ പിന്തുണയായിരുന്നു എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ വികസിച്ചു വന്നു. വീണ്ടും ആ വികസനം നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു തലം മാറണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റും കൂടെ ഉൾപ്പെടെയുള്ള ഒരു വികസനത്തിനെ സാധ്യതയുള്ളൂ. അതിന് നമ്മുടെ കാര്യം പറവാൻ നമ്മുടെ ആളുകൾ വേണം. രാഷ്ട്രീയത്തിൽ നമ്മുടെ ആൾക്കാർ വേണം. നമ്മുടെ കാര്യം പറയാൻ, ഭരണസമിതിയിൽ പറയാൻ, തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ അഭിപ്രായം പറയാൻ നമ്മുടെ ജനം വേണം. അത് അവഗണിച്ചുകൂടാ. അതൊരാവശ്യമാണ്. എങ്കിൽ മാത്രമേ പുരോഗമന കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ, നന്മയുണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകാൻ. മറ്റുള്ള ആൾക്കാരും പറയുമായിരിക്കും, പക്ഷേ നമ്മുടെ കാര്യം നമ്മൾ പറയുന്ന അത്രയും വിലയോടെ, വീറോടെ, വാശിയോടെ പറവാൻ, നേടിയെടുക്കാൻ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ മാത്രമല്ല, നമ്മുടെ മഹയുടെ ഏതെല്ലാം പ്രദേശങ്ങളുണ്ടോ അവിടെയെല്ലാം ഈശ്വര മഹയുടെ ഉൾപ്പെടുന്ന എല്ലാ ജനങ്ങളും അവരുടെ അതാത് പ്രദേശങ്ങളിൽ അവരുടെ കാര്യം പറവാൻ ലോക്കൽ നേതാക്കന്മാരും അതുപോലെ തന്നെ അവരിൽ നിന്ന് ഉയർന്ന നേതാക്കന്മാരും ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ ശക്തരായ, ഭരണകാര്യങ്ങളിൽ ഇടപെടുവാൻ പ്രാപ്തരായ ആളുകൾ നമുക്കുണ്ടാകണം. അത് വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് മറന്നു പോകരുത്. ബിസിനസ് കാര്യങ്ങളിൽ അതുപോലെ തന്നെ വ്യവസായ കാര്യങ്ങളിൽ നമ്മുടെ ജനം ഒരിക്കലും മുന്നോട്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് പിന്നീട് നിന്നുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആധുനിക കാലത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ, നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ മേഖലയും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ബിസിനസ് മേഖലകളിൽ, വ്യവസായ മേഖലകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് ഒപ്പമെത്താൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകാൻ. അപ്പോൾ വികസനം നോക്കുമ്പോൾ ധാരാളം അതിൻ്റെ മേഖലകൾ വളരെ വിശാലമാണ്. വികസനത്തിൻ്റെ മേഖലകൾ വളരെ വളരെ വിശാലമാണ്. കാർഷിക മേഖലയിലും, കാർഷിക മേഖലയാണെങ്കിൽ പോലും അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 43-ാം വാർഷികം നമ്മൾ കൊണ്ടാടുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓരോ CSIക്കാരൻ്റെയും ഈസ്റ്റ് കേരള മഹാടവക്കാരൻ്റെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം അത് ലക്ഷ്യം വെച്ച് അവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകൾ, അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇനിയിപ്പം നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ആ ഒരു മേഖലയും കൂടെ ആയിരിക്കണം കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ലഹരി വസ്തുക്കളുടെ അമിതമായ വ്യാപനവും ഉപയോഗവും അത് ടൂറിസം വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അത് ഇനിയും കൂടാനാണ് സാധ്യത. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തത ഉണ്ടായിരിക്കണം. അതൊരു വളരെ വലിയൊരു വിപത്താണ് നമ്മൾ മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ അതിനെതിരെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര എളുപ്പമായുള്ളൊരു പ്രവർത്തനമായിരിക്കില്ല. കാരണം ലഹരി എന്ന് പറയുന്നത്, ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും എന്ന് പറയുന്നത്, വിതരണം എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായി വളരെ വിശാലമാണ്. അത് ലോകവ്യാപകമാണ്. അതിൻ്റെ പിന്നിലുള്ള ശക്തികൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ശക്തികളാണ് എന്നുള്ളതിന് തർക്കമില്ല. അങ്ങനെയെങ്കിൽ അതിനെ നേരിട്ട് എതിരിടുവാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കാം. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും, ഞാനത് ഉപയോഗിക്കില്ല എന്ന് പറയാൻ, വർജിക്കാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് സാധിക്കണം, നമ്മുടെ തലമുറയ്ക്ക് സാധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ, യാതൊരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുപ്പാൻ
നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെ, അതോടൊപ്പം തന്നെ കുഞ്ഞു പൈതങ്ങളെയും നമ്മൾ പഠിപ്പിക്കണം, അവരെ പ്രേരിപ്പിക്കണം, അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിനുള്ള നടപടികൾ ചെയ്തില്ല എങ്കിൽ ഒരു തലമുറ തന്നെ നശിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുബോധത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ സുബോധത്തോടെ ഇരിക്കുന്നവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വചനം അതുതന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ സുബോധത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ എന്ന് നമുക്ക് പറയാം, സാമാന്യ ഭാഷയെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ചില ഭാഷയെ പറഞ്ഞാൽ, അട്ടിമറിക്കാൻ മനുഷ്യനെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യനെ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. അതിൻ്റെ വ്യാപ്തി ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. മനുഷ്യൻ്റെ ചിന്താശക്തിയെയും അവൻ്റെ ആന്തരിക അവയവങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ലഹരികളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വിപണനം ചെയ്യപ്പെടുന്നത് എന്ന് മറന്നു പോകരുത്. ഇതൊരു വളരെ വലിയ വ്യവസായമായതിനാൽ, ബിസിനസ് ആയതിനാൽ ഇതിന് കസ്റ്റമേഴ്സിന് വളരെ നിർബന്ധമാണ്. വെറുതെ ലഹരി എന്ന് പറഞ്ഞാലൊന്നും പൈസ കിട്ടത്തില്ല. അതൊരു വ്യവസായമായിട്ട് കാണുമ്പോൾ, അതിൽ നിന്ന് പണമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് ഉപയോഗിക്കാൻ ആൾക്കാരെ കൂട്ടണം. അതിന് ഏറ്റവും കരണീയമായിട്ട് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും പറ്റിയൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകും. സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ചാൽ അവർ സുബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ആ തലമുറയുമില്ല, പിന്നൊരു തലമുറയുമില്ല. ഒരു ജനത്തിൻ്റെ മുഴുവനും അധപ്പതനത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതൊരു വളരെ വലിയ വിപത്താണ്. ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. നാം ഒന്നടങ്കം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത്, സ്വയം അതിനെ വർജിക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്, അതിൻ്റെ ഒരു വിതരണത്തിൽ ഒരു കണ്ണിയായി തീരുകയില്ലെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട കാലമാണ് ഇത്. ഇന്ന് കേരളക്കരയിൽ മുഴുവനും പ്രത്യേകിച്ച് ഇതിനെതിരെ ഒരു വളരെ വലിയ തരംഗം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും യാതൊരുവിധമായ വ്യത്യാസവുമില്ലാതെ ലഹരിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് വിജയം കാണട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കും അതിൽ ഒരുമിച്ച് അണിചേരാം. ലഹരിക്കെതിരെ നിൽപ്പാൻ നമ്മുടെ തലമുറയെയും നമ്മുടെ തലമുറയെയും പ്രോത്സാഹിപ്പിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, വികസനത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മളെ പുറകോട്ടടിക്കുന്ന പുറകോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന വളരെ വലിയൊരു വിപത്താണത്. അത് വിപത്തെന്ന് മാത്രമല്ല, ദൈവഭാഗം നമ്മളെ അകറ്റിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് ദൈവപക്ഷം ചേർന്ന് നിൽപ്പാൻ നമുക്ക് ഉത്സാഹിക്കണം, ശ്രദ്ധിക്കണം. വചനവായന ഈസ്റ്റ്കല മഹാടയെ സംബന്ധിച്ചിടത്തോളം പാട്ട്, പ്രാർത്ഥന, വചനവായന, കൂട്ടായ്മ യോഗങ്ങൾ, സാക്ഷ്യം, ഇതൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇതിലൂടെയാണ് നമ്മൾ വളർന്നു വന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ വെളിച്ചം കണ്ടത്. അല്ലെങ്കിൽ നമ്മളിൽ ആ ഒരു ദൈവബോധം നമ്മിൽ വളർത്തിയത് അതാണ്. സഭയാണ്, ആരാധനയാണ്, സൺഡേ സ്കൂളാണ്, കൊയറാണ്, യൂത്താണ്, സ്ത്രീജന സഖ്യമാണ്. അതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നിർഭാഗ്യം എന്ന് പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും പല മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ട്, എന്തിനാ പള്ളിയിൽ പോകുന്നു എന്നുള്ള രീതിയിൽ. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ഇവിടെ സ്കൂളുകളൊക്കെ സ്കൂളുണ്ടായതുകൊണ്ടാണ് നമ്മുടെ തലമുറ വിദ്യാഭ്യാസം നേടിയത്. എന്തിനാണ് നമുക്ക് സ്കൂൾ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അവരെന്ത് സ്റ്റാൻഡിലാണത് പറയുന്നത്. ഒരുപക്ഷെ അവർ തന്നെ അവിടെ പഠിച്ചവരാണ്, അവർ തന്നെ പറയാണ് സ്കൂൾ വേണ്ട. 150 വർഷത്തിന് മുമ്പ്, 1.25 നൂറ്റാണ്ടിന് മുമ്പ് പല സ്ഥലങ്ങളിലുമുള്ള, കേരളത്തിലെ പല പ്രദേശങ്ങളിലുമുള്ള ഏതാണ്ട് മുഴുവനെന്ന് പറയാം, ഒരു വിഭാഗം ജനങ്ങൾക്കല്ലാതെ എന്തെങ്കിലും എഴുതാനും വായിക്കാനും അറിയാനുണ്ടെങ്കിൽ അതിന് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വഴിയില്ലായിരുന്നുള്ളത് ശരിയാണ്, ലൈറ്റില്ലായിരുന്നുള്ളത് ശരിയാണ്, ഫോണില്ലായിരുന്നുള്ളത് ശരിയാണ്, കറണ്ടില്ലായിരുന്നത് ശരിയാണ്, പക്ഷേ അവർക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. ആണ് വ്യത്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മഹാടവ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങൾ നമ്മൾ പൈനിയേഴ്സാണ്. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ മറ്റ് സ്ഥാപനങ്ങൾ വന്നിട്ട്. ഇന്നത് എങ്ങനെ നിൽക്കുന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ആ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ഇനിയും നമ്മൾ പാടുപെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന് തർക്കമില്ല. അതിന് വിഘാതമാണ് ഇപ്രകാരമുള്ള ചിന്തകൾ, പ്രവർത്തനങ്ങൾ. അതിനെല്ലാം നമ്മൾ ദൂരെ കാണണം. നമ്മളിതെല്ലാം ഈ 43-ാം മഹാടയുടെ ജന്മദിനത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഏതാണ് ഇനിയും നമ്മൾ എത്തിപ്പിടിക്കേണ്ടതും കണ്ട് അതിന് കാരണമായി തീർന്നത് ഈ സുവിശേഷമാണ്.
ഇവിടെ അത് നമുക്ക് നൽകിയ നമ്മുടെ കർത്താവാണ്, യേശുവാണ്, ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. സുവിശേഷ വേദഭാഗം വായിച്ചപ്പോൾ അല്ലെങ്കിൽ വാക്യം വായിച്ചപ്പോഴാണ് ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും, ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കും. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കും. ഇടയൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട്, ദൈവപുത്രൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട്, വിശുദ്ധ വചനവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, ദൈവത്തോടുള്ള പ്രാർത്ഥനയും ആരാധനയും അങ്ങനെയുള്ള ആൾക്കാരുമുള്ള കൂട്ടായ്മയും ബലപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ട എല്ലാ ദൈവിക ഭക്തിപരമായ കാര്യങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട്, നമ്മുടെ പിതാക്കന്മാർ ലക്ഷ്യം വെച്ച സുവിശേഷീകരണം, ഇടയപരിപാലനം, വികസനം, വിപത്തുകളെ വരാൻ പോകുന്ന വിപത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്ര, അതിൽ മുന്നേറുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഇന്ന് നമ്മൾ ഇന്നത്തേക്കുള്ള അപേക്ഷ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം ഒരു പക്ഷേ ശ്രദ്ധിച്ചുക, വേറെ ഒന്നുമല്ല, അത് ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ മുറുകെ പിടിപ്പാൻ നമുക്കിടയായിത്തീരണം. പിതാക്കന്മാർ മനസ്സിലാക്കി ഈ രീതിയിൽ പോയാൽ നമ്മുടെ തലമുറ ഇല്ലെന്നായി പോകും, നശിച്ചു പോകും എന്നവർ കണക്കാക്കിക്കൊണ്ട് അതിന് തടയിടാൻ അവർക്ക് സാധിച്ചു. അവർ പലതവണ അതിനുവേണ്ടി പോയി. നമുക്ക് ശ്രമിക്കാം നമ്മുടെ തലമുറ ഉയരങ്ങളിലേക്ക് എത്തുവാൻ, എല്ലാ തലങ്ങളിലും ദൈവവുമായിട്ട് ചേർന്ന് നിന്ന് പോകുവാൻ, സമൂഹം അഭിമുഖീകരിക്കുന്ന വിപത്തുകളെ അത് നമ്മുടെ ഇടയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ, അതിന് തടയിടുവാനും നമുക്ക് പരിശ്രമിക്കാം. 43-ാം മഹാദേവയുടെ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിലുള്ള ആശംസകൾ ഞാൻ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മോട് മഹാദേവയോട് ചേർന്ന് നിന്ന്, സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാന മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. വിശ്വാസ പ്രമാണത്തെ നീക്കിയ വിശ്വാസ പ്രമാണത്തിൽ ഒരുമിച്ചേറ്റുമെല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കടപ്പുമായുള്ള സ്ഥലത്തെ സൃഷ്ടിച്ചനായ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായി കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സ്വർഗ്ഗത്തിൽ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിടെ അകത്തുമുള്ളവൻ, അവനാൽ സ്ഥലമുണ്ടായി. അവൻ മനുഷ്യാന്വേഷണത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നായി ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനവിൽ നിന്ന് അവതരിച്ച് മനുഷ്യനായി തീർന്നു. പെന്തക്കോസ്തിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, എഴുത്തുപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. അവന്റെ ആത്മാവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് ബന്ധിക്കപ്പെട്ട് മഹത്വപ്പെടുത്തുന്നവനും പരാജപരിശമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപത്തെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വിടുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മുഴുകാലം അടക്കാം. കർത്താവ് തൻ്റെ പരിശുദ്ധമായ ശരീരത്താലും രക്തത്താലും സ്ഥാപിച്ച് ദൈവാത്മാവിനാൽ അഭിഷേകിച്ച് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ
കർത്താവിൻ്റെ ശരീരമായി തീർന്ന സഭ അതിന് പ്രയാണത്തിൽ ഇന്നയോളം കർത്താവ് നടത്തിയ മഹാദയക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് നല്ല ഇടയനായ യേശുവിൻ്റെ അരികിലേക്ക്, വാതിലാകുന്ന യേശുവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവിൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരും അനുസരിക്കുന്നവരുമായി ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നാം ഓരോരുത്തരുമായി തീരേണ്ടതിന് നമ്മെ തന്നെ വിനയപ്പെടുത്തി വിധേയപ്പെടുത്തി നമുക്ക് അപേക്ഷിക്കാം. 42 സംവത്സരം ഒരു മഹായിടവകയായി നമ്മെ നടത്തിയ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അരികിൽ നമ്മെ യാഗമായി സമ്പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അഭിനന്ദ തിരുമേനിയിലൂടെ നാം ശ്രമിച്ചതുപോലെ സുവിശേഷീകരണം അത് ഈ നാളുകളിൽ ശക്തമായി നിറവേറ്റുന്ന മഹായിടവകയായി മുന്നേറേണ്ടതിന് കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടേണ്ടതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ജനത്തിനാവശ്യമായ ഇടയപരിപാലന ശുശ്രൂഷ എല്ലായിടത്തും എല്ലായ്പ്പോഴും എത്തിക്കുന്നതിന് നൽകുന്നൊരു മഹായിടവകയായി നിലകൊള്ളുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് അപേക്ഷിക്കാം. എല്ലാ ജനത്തിൻ്റെയും സമൃദ്ധമായ ജീവനായി കടന്നു വന്ന കർത്താവിൻ്റെ ഹിതപ്രകാരം നന്മയുടെ വികസന ശുശ്രൂഷകൾക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് ഇനിയും മുന്നേറുവാൻ മഹായിടവമേൽ അവിടുത്തെ അനന്തമായ കൃപ പകരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നമ്മെ നയിക്കുന്ന അഭിനന്ദ തിരുമേനിയെയും ഡാർൽ ഫ്രാൻസ് കൊച്ചമ്മയെയും നമുക്ക് ദൈവങ്ങൾ സമർപ്പിക്കാം. ഫ്രാങ്കലിനായും ഫെച്ചമിക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കൂടെ ഇത് നമ്മെ അനുഗ്രഹിക്കുന്ന KG ദാനിയൽ തിരുമേനിയെയും ബെറ്റി കൊച്ചമ്മയെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മുൻകാലങ്ങളിൽ നമ്മളെ നയിച്ച മഹായുടെ അധ്യക്ഷന്മാർക്കായി സ്തോത്രം ചെയ്യാം. KJ ശാമൽ തിരുമേനിയും കൊച്ചമ്മയുടെയും ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. മൈക്കിൾ ജോൺ തിരുമേനിയും കൊച്ചമ്മയുടെയും ജീവിതത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയതായ ഓഫീസേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, വിവിധ ബോർഡുകൾ, വൈദികർ, സഭാ ശുശ്രൂഷകർ, മിഷണർമാർ, ഇവാഞ്ചലിസ്റ്റ്, ഹെൽപ്പേഴ്സ്, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, കപ്പ്യാർ അച്ഛന്മാർ, ഓരോ സഭകളിലെയും ശുശ്രൂഷയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയ ജനങ്ങൾ, നമുക്ക് മഹായിടവകയായി തീരേണ്ടതിന് നമ്മളെ സഹായിച്ച പാർട്ണർഷിപ്പ് കമ്മിറ്റിയുടെ ബന്ധത്തിൽ പാർട്ട്നേഴ്സായി തീർന്നിട്ടുള്ള വിവിധ രാജ്യങ്ങളിലെ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഒരിക്കൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. വരും നാളുകളിൽ ഉദ്ദേശലക്ഷ്യങ്ങൾ സഫലമാക്കുന്ന സഭയായി സമൂഹമായി മുന്നേറുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ അഭിഷേകം നമ്മളെല്ലാവരിലേക്കും പകരണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. പ്രത്യേകാൽ ദൈവം മഹായിടവക നൽകിയ കത്തീഡ്രൽ ഇടവകയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇടവക പട്ടക്കാരനായ ശുശ്രൂഷയിൽ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നയിച്ചവരെയും പ്രത്യേകിച്ച് നാളുകളിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ജോസഫ് മാത്യുവച്ചനെയും കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും KJ ജേക്കബച്ചനെയും കൊച്ചമ്മയെയും മക്കളെയും പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയോട് ചേർന്ന് ശുശ്രൂഷ നിറവേറ്റുന്ന ചർച്ച് വാർഡൻസ്, കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ സംഘടനകൾ, എല്ലാ ശുശ്രൂഷകർ, പ്രത്യേകിച്ച് നമ്മുടെ പേരച്ചവരെ എല്ലാവരെയും പ്രത്യേകം ഓർക്കാം. ദൈവം നമുക്കിന്ന് സ്കൂളുകൾ, കോളേജ്, ITC, ഹോസ്പിറ്റൽ, വിവിധ പ്രോജക്റ്റുകൾ ഇവയെ എല്ലാം ദൈവങ്ങളെ സമർപ്പിക്കാം. ഇന്നാളിൽ മഹായിടവകയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടി യത്നിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് മഹായിടവക തലത്തിലുള്ള എല്ലാ സംഘടനകളെയും അനുഗ്രഹിപ്പാനായും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സൺഡേ സ്കൂൾ, യൂത്ത് മൂവ്മെൻറ്റ്, സ്ത്രീജനസഖ്യം, മഹായിടവക ഗായക സംഘം, സന്നദ്ധ സുവിശേഷ സംഘം, റിന്യൂവൽ ക്രൂസൈഡ്, മെൻസ് ഫെലോഷിപ്പ്, സന്നദ്ധ സുവിശേഷത്തിൻ്റെതായ വിവിധങ്ങളായ ശുശ്രൂഷകൾ ഇവയെല്ലാം സർവശക്തനായ ദൈവം എല്ലാവിധത്തിലും അനുഗ്രഹിച്ച് വഴിനടത്തുവാനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. എല്ലാവർക്കും ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹായിടവകയെയും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭയെയും ദക്ഷിണേന്ത്യ സഭയുടെ സിനഡിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ മഹായിടവകളെയും നമ്മുടെ ഇന്ത്യ രാജ്യത്തെയും സമ്പൂർണ്ണമായി ദൈവങ്ങൾ സമർപ്പിച്ച് കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന അഭിഷേകം ചെയ്യപ്പെട്ട സമൂഹമായി മുന്നേറേണ്ടതിന് ദൈവത്തിനുള്ള അവരുടെ കൃപ വ്യാപരിക്കണം നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നാളിൽ ശുശ്രൂഷയുടെ ഭാഗമായി നേതൃത്വം നൽകുന്ന വൈദ്യ സെക്രട്ടറി വിജയച്ചനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയുടെ കണ്ണിൻ്റെ അസുഖങ്ങൾക്കെല്ലാം അവിടുന്ന് കൊടുത്ത് വിടുതലായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. വർഗീസ് സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയ്കുമാർ സാറിനെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം എല്ലാ ആവശ്യങ്ങളെയും ദൈവനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രണ്ടാമത്തെ ലിത്താനിലൂടെ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ഒരുമിച്ചെടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ ദക്ഷിണേന്ത്യാ സഭയുടെ നേതൃത്വത്തിന് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിക്ക് വേണ്ടിയും വി.എസ്. ഫ്രാൻസിസ് എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമേറ്റ് പറയുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചപ്പോൾ ശ്രമിക്കുന്ന എല്ലാ ദൈവത്തോടും കൂടെ തന്റെ അന്നമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. അങ്ങയുടെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും അങ്ങേ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങൾ കർത്താവ് നിഷിതമായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദാനാർപ്പണത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സമാധാനത്തിൻ്റെ ഐക്യതയുടെ അടയാളമാണ് ഹൈവിശ്വരി. നമുക്ക് സമയത്തന്യോന്യം സ്വീകരിക്കാം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. Oh
ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 219 പാട്ട് പാടാം. ഈ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര വഴിപാട് സ്വീകരിക്കപ്പെടുന്നതാണ്. ക്രിസ്തീയ ഗീതം 219. കാഴ്ചകളെയും വഴിപാടുകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരായോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ശേഷം മഹാവിരോധനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിലായിരുന്നതുപോലെ നിങ്ങളെ മധ്യത്തിൽ വന്ന പുനർക്കുന്നതിനെ വിശുദ്ധാത്മാവോടും കൂടെ ഏകദേവമായി കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക്
സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യ ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവൻ ഞങ്ങളെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാപമില്ലാത്തവനായിരുന്നു. അവൻ്റെ കൃപയാലല്ല പാപവികാരങ്ങളെയും കീഴ്പ്പെടുത്തുവാനും ഇനിയും ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്കായി മരിച്ചു വീണ്ടും ഉയർത്തുന്നതിനു വേണ്ടി ജീവിക്കുവാനും അവൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിക്കുവാൻ തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തേക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചു ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ അവർക്ക് കൊടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. ആമേൻ. കർത്താവേ, അതുകൊണ്ട് പിതാവേ, ഞങ്ങൾ കർത്താവായ നിന്റെ പുത്രൻ്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവനിൽ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ എൻ്റെ ദാനങ്ങളായി അപ്പത്തെയും ഈ വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവന് യോജിപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങൾ കർത്താവാകുന്ന മെസ്സിയ തലയാന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകലബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.
നമ്മുടെ രക്ഷാവായി ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം നിന്റെ സംസർഗത്തെ പോലെ വരുവാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങളെയോ ക്ഷമിക്കണമേ. ഞങ്ങളെ രാജ്യവും ശക്തിയും മഹത്വവും കർത്താവിൻ്റെ മേശങ്ങളിലേക്ക് കടന്നു വരുവാൻ നാം ആരും സ്വയം യോഗ്യരല്ല. എന്നാൽ അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ച് തൻ്റെ പിന്നാലെ ആക്കി. ആ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അയോഗ്യരായ നമ്മെ തൻ്റെ മക്കളും വേലക്കാരും തൻ്റെ ശുശ്രൂഷകരുമായി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണകൾക്കും മനഃപൂർവ്വം സ്തോത്രം ചെയ്തുകൊണ്ട് നാം യോഗ്യരല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ്റെ മേശങ്ങളിലേക്ക് അടുത്ത് വരാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിൻ്റെ ബലവുമായി വലിയ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ തന്നെയില്ല. ഞങ്ങളുടെ മേശയിൽ വീഴുന്ന അപ്പം പോലെ അനുഭവിക്കുവാൻ യോഗ്യതകൾ. എന്നാൽ നീ എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവ കർത്താവേ, ഞങ്ങളെപ്പോഴും നശിപ്പാതൊക്കെ നാം നോർക്കുന്ന അയ്യപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നിനക്ക് വേണ്ടി നൽകപ്പെട്ട ജീവൻ്റെ പോവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം നിൻ്റെ ശരീരത്തെ ആത്മാവ് നിത്യങ്ങളെ കാക്കട്ടെ. മസിയ നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കാട്ടിനെ വാങ്ങി ഭക്ഷിക്കാം. നിൻ്റെ ഹൃദയത്തിൽ സ്തോത്രത്തോടെ അവനെ കൊണ്ട് ഉപജീവിക്കുകയും ചെയ്യുക. നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട സത്യമന്ത്രിയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ ശരീരത്തെ ആത്മാവിനെ നിത്യജീവങ്ങളെ കാക്കട്ടെ. മസിയാട് രക്തം കാൽവരിയിൽ നിനക്കായി ചുരിയപ്പെട്ടെന്ന ഓർമ്മയ്ക്കായിട്ട് ഇതിനെ കുടിച്ച് നന്ദിയോടിരിക്കാം. കർത്താവ് തൻ്റെ മേശയൊരുക്കി ക്ഷണിക്കുന്നു. അവൻ്റെ മേശയിലേക്ക് അടുത്തു വരും.
ആമേൻ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സക്രമന്ത വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങളെ നിന്റെ മക്കളാൽ നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാവിലേറിയ ശരീരവും രക്തവുമാകുന്ന ആത്മീയാഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമൂലവും നിത്യജീവനേക്കുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ ഈ വിരതാത ഉപകാരങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീര ആത്മാക്കളും ജീവനും വിസ്തീവളയാകുമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാകുന്നുവല്ലോ ഞങ്ങളെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് രൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവകത തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമി നിന്നെ അനുസരിച്ച് ഒടുവിൽ നിന്റെ സ്വർഗീയ രാജ്യത്തിൽ നിന്റെ സരാവിശുദ്ധരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപയല്ലേണമെന്ന് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ച് വാഴുന്നുവല്ലോ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ആരാധന സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി സ്നേഹവും മഹോയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സമയത്ത് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് 2 മാസത്തോളം ഇവിടെ നമ്മുടെ മഹോടയില്ലായിരുന്ന് വിദേശത്തായിരുന്ന അഭിനന്ദ തിരുമേനിയും കൊച്ചമ്മയും ഇന്ന് ഈ മഹോട ദിനത്തിൽ ആരാധനയിൽ ഒന്ന് സംബന്ധിക്കുന്നു. തിരുമേനിയോടും കൊച്ചമ്മയോടുള്ള പ്രത്യേകമായുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുമേനിയുടെ പ്രസ്ബിറ്റർ ഓർഡിനേഷൻ്റെ 44-ാം വാർഷിക ദിനമാണ്. 82-ലാണ് തിരുമേനി പ്രസ്ബിറ്ററായിട്ട് ഓർഡൈൻ ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഒരു വാർഷികം കൂടെയാണ്. തിരുമേനിക്ക് എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ മഹാടയുടെ ആദ്യത്തെ മിഷണറിയാണ് അഭിനന്ദ തിരുമേനി. അതിനു മുമ്പും സന്നദ്ധ ശരീര സംഘത്തിൻ്റെ മിഷണറിയായി തിരുമേനി വടക്കേണ്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കാശ്മീരിൽ പോയിട്ടുണ്ട്. മിഷൻ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ നേതൃത്വം അഭിനന്ദ തിരുമേനിയിലൂടെ നമുക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്റ്റൽ മിനിസ്ട്രിയിലെ ഇടവക ശുശ്രൂഷയിൽ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം തിരുമേനിയെ സഹായിച്ചു, തിരുമേനിയെ കൊച്ചമ്മയെ സഹായിച്ചു. അതോടൊപ്പം നമ്മുടെ മഹാടവയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുവാൻ ദൈവം തിരുമേനിയെ ഉപയോഗിച്ചു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. മാത്രമല്ല റിട്ടയർമെൻറ്റിന് ശേഷവും വളരെ ആക്റ്റീവായിട്ട് തിരുമേനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ റിട്ടയർഡായെന്നോ
അല്ലെങ്കിൽ എനിക്ക് വയ്യാന്നോ അങ്ങനെയൊന്നും പറയാതെ വളരെ ഊർജ്ജസ്വലതയോടെ അഭിനന്ദ തിരുമേനി പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അനുഗ്രഹവും നമ്മുടെ മഹാടയ്ക്ക് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായ മഹാടകൾക്കും അത് വളരെ അനുഗ്രഹമാണ്. അതെല്ലാം ഈ സമയത്ത് ഓർക്കുന്നു. ഇനിയും അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനും ദൈവം തിരുമേനിയും കൊച്ചമ്മയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഈ ഓർഡിനേഷൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ ഈ 44ാമത്തെ ദിനത്തിൽ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡയസൻ ഓഫീസേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. അവരും മറ്റ് പല പല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ക്രമീകരണം ചെയ്ത് എൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അവർ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ബിജോയ് അച്ഛനും അതുപോലെ തന്നെ ട്രഷറർ അച്ഛനും പ്രിയപ്പെട്ട പരീസ് ജോർജ് സാർ. കത്തീഡ്രൽ ഇടവക എല്ലാ കാലത്തും നമുക്ക് മഹാടവയ്ക്ക് പരിപൂർണമായ സപ്പോർട്ട് നൽകുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് എടുത്ത് പറയാം. കത്തീഡ്രൽ സഭയാണ് നമ്മുടെ മഹാടയുടെ മുഖം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തങ്ങളും ചുമതല നിർവഹിപ്പാൻ എല്ലാ കാലത്തും സഭ മുന്നിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോഴും അവർ മുന്നിട്ട് നിൽക്കുന്നു. ദൈവം കത്തീഡ്രൽ ഇടവകയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൈക്കാരന്മാർ, ഡയസീസ് കൗൺസിൽ അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, പ്രിയപ്പെട്ട കപ്പ്യാരച്ചൻ, വിവിധ സംഘടനകളെ പ്രതിനിധിച്ച് കമ്മിറ്റിയുള്ളവർ, മറ്റ് വിവിധ സംഘടനാ പ്രവർത്തകർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ മഹാടവസു ദിനത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതിനൊക്കെയും ശക്തമായ നേതൃത്വം നൽകുന്നത് ഇടവക വികാരി അച്ഛന്മാരാകുന്നുവല്ലോ. പ്രത്യേകിച്ച് സ്നേഹമുള്ള ജോസഫ് മാത്യു അച്ഛനും പ്രിയപ്പെട്ട കൊച്ചച്ഛനും അവർ കുടുംബമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിക്കും. അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗായക സംഘം അവർ പ്രത്യേകമായി ഇന്ന് അതിനുവേണ്ടി സമയം വേർതിരിച്ചു. ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന് മനോഹരമായി ഗാനങ്ങൾ ആലപിപ്പാനും അതുപോലെ തന്നെ ഓർഗൻ ഉപയോഗിക്കാൻ വായിക്കാനൊക്കെയും ഇടയായി തീർന്നു. അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാടയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യേകമായുള്ള നന്ദി സ്നേഹം ഇവിടുന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും ഇത് ദൂരത്തും ചാരത്തും ഇരുന്ന് കേൾക്കുന്ന ശ്രവിക്കുന്ന എല്ലാവർക്കും ഈശ്വരല മഹാടയുടെ 43ാമത് വാർഷിക ദിനത്തിൽ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് വളരെ ശക്തമായി മുമ്പോട്ട് പോകാൻ നമുക്ക് ഉത്സാഹിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യാം. ആരാധന കഴിഞ്ഞ് നമ്മൾ പ്രധാന വാതിൽക്കൽ ചെന്നതിന് ശേഷം നമ്മൾ പതാക ഉയർത്തുന്നതാണ്. പതാക ഉയർത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും പിരിഞ്ഞു പോകാവുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആരാധന ഇവിടെ നമ്മൾ പ്രധാന വാതിൽക്കൽ പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിക്കും. തുടർന്ന് നമ്മൾ പതാക ഉയർത്താനായിട്ട് പള്ളിയുടെ മുൻവശത്ത് നമ്മൾ ഒരുമിച്ച് കൂടും. പതാക ഉയർത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ള മാക്സിൻ ജോൺ അച്ഛൻ നമ്മുടെ മധ്യ ഉണ്ടല്ലോ. അച്ഛനും വളരെ നേരത്തെ തന്നെ വന്നു. ഈ കാര്യങ്ങളൊക്കെയും വിവിധ സ്ഥലങ്ങളിലെത്തിക്കുന്ന നമ്മുടെ ജന്മോത്സവമുണ്ട്. ജന്മോത്സവനെയും എല്ലാവരെയും പ്രിയപ്പെട്ട നമ്മുടെ കർത്തദാസന്മാർ, കർത്താവിൻ്റെ വേലക്കാർ നമ്മുടെ മധ്യേ ഉണ്ട്. ടിൻഡു അച്ഛൻ അവർ കുടുംബമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാറന്മാരുണ്ട്, സാജു സാറുണ്ട്, അതുപോലെ തന്നെ ജയ്മോൻ സാറുണ്ട്, ടി.ഡി. ജോൺസൺ സാറുണ്ട്. ആരെ ഇത്രയും പേരെ ഞാൻ ഇവിടുന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട്. മറ്റ് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യും. നമ്മുടെ മഹായിടവിടെ 43ാമത് പശ്ചാത്തലത്തിൽ സംബന്ധിച്ച് എല്ലാവർക്കും ഇടവുകാരി എന്ന നിലയിൽ ഞാൻ നന്ദി സ്നേഹത്തെ അറിയിക്കുകയാണ്. വിശദമായി അപ്പോൾ ഇന്ന് തിരുമേനി നന്ദി സ്നേഹം അറിയിച്ചല്ലോ, എങ്കിലും ഒരിക്കലും കൂടി അറിയിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ആരാധില്ല പിയുന്ന തിരുമേനിയും കൊച്ചമ്മയും പങ്കെടുക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. തിരുമേനിയും കൊച്ചമ്മയും പങ്കെടുക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. വേറുള്ള മാധുകുടി അച്ഛനും കൊച്ചമ്മയും പങ്കെടുക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ടി.ജെ. ബിജോയ് അച്ഛൻ, അതുപോലെ തന്നെ മാക്സിൻ ജോൺ അച്ഛൻ, ശനിയാഴ്ച പ്രസിഡന്റ് പദവിയിലേക്ക് പ്രവേശിക്കുന്ന ടിൻഡു അച്ഛനും കൊച്ചമ്മയും ഇതിൽ പങ്കെടുക്കുന്നു. അവരുടെ ഒരു റിട്രീറ്റിൻ്റെ ഭാഗം കൂടിയാണിത് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് റിട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കെ ജെ ജേക്കബിനും കൊച്ചമ്മയും നമ്മുടെ മധ്യത്തിലുണ്ട്. സഭാസുഷരായിരിക്കുന്നതായ ജയ്മൽ സാറ്, ടി.ഡി. ജോൺസൺ സാറ്, അതുപോലെ സാജു സാറ്, പ്രിയമുള്ള എല്ലാവരെയും പ്രത്യേക നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു.
ഇന്നലെ രാത്രി ഏതാണ്ട് 10:30 മണിയോടുകൂടിയാണ് വാസ്തവത്തിൽ ഈ ആലയം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയത്. വയറിങ് തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മാസത്തോളമായി അതിൻ്റെ പൂർത്തീകരണത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഡിസോർഡറായിട്ടാണ് ഇതിനകത്ത് ബെഞ്ചുകളെല്ലാം കിടന്നത്. വളരെ ത്യാഗം സഹിച്ച കമ്മിറ്റി അംഗങ്ങളും കപ്പ്യാരച്ചനും മറ്റ് പ്രിയമുള്ളവരെല്ലാം ത്യാഗം സഹിച്ചാണ് ഇങ്ങനെ ഒരു ഓർഡറിലാക്കി ഇന്ന് ഈ വലിയ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുവാനാണ് കാരണമായി തീർന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ എല്ലാ പ്രിയമുള്ളവരോടും പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. തിരുമേനി ഓർപ്പിച്ച പോലെ തന്നെ ആരാധനയ്ക്ക് ശേഷം ഉടൻ തന്നെ മഹാഡയുടെ ഫ്ലാഗ് ഉയർത്തുന്നതാണ്. വന്നുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ടീ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം വളരെ ലൈവായിട്ട് ഇത് ചെയ്യുന്നതായ ധർമ്മസിന് പ്രത്യേകമായ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കപ്പ്യാരായി സേവനം ചെയ്യുന്നതായ ദാസിന് പ്രത്യേകമായ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. വെളിച്ചം സൗണ്ട് ക്രമീകരിച്ചതായ രജിസ്റ്ററിനുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. പലവിധമായ തിരക്കുണ്ടത്തിനെയും വളരെ മനോഹരമായി ഇന്നത്തെ കാലശുശ്രൂഷ നിർവഹിക്കപ്പെടുവാനായിട്ട് സംഘടനയെ ഒരുക്കി നിങ്ങളുള്ളതായ പ്രത്യേകമായ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഓരോന്നും വായിക്കുന്ന ഓരോ പ്രിയമുള്ളതായ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. സമയം കടന്നു പോയതുകൊണ്ട് നന്ദി വാക്കുകൾ ചുരുക്കിയാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹത്തെയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന ജ്ഞാനകീർത്തനങ്ങളിലെ 260 പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. കീർത്തനം 260. Yeah.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. ആമേൻ.